Hello everyone, welcome back to my channel Incredible English. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടെൻസ് ഫോം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അനദർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡു കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സർട്ടൻ സെന്റൻസസ്. സോ ബിഫോർ ദാറ്റ്, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഹൗ എന്നുള്ള വേർഡ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഹൗ ഡു യു ഡു നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ആരെങ്കിലും ഒരാളെ കാണുമ്പം ഹൗ ആർ യു ഓർ ഹൗ ഡു യു ഡു എന്ന് വെച്ചാൽ നിനക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഹൗയുടെ കൂടെ വേറെ കുറച്ച് വേർഡ്സിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം. ലൈക്ക് ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ്, ഇതുപോലുള്ള ആൾക്കാരെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഹൗ മച്ച് എന്നുള്ളതാണ്. ഹൗ മച്ച് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി തന്നെയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അളവ്, എത്രയുണ്ട്, എത്രയാണ്, ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അവിടെ പറയുന്നത് ഹൗ മച്ച് എന്ന് പറയുമ്പോൾ. സോ ഹൗ മച്ച് റൈസ് ഈസ് ലെഫ്റ്റ് ഓവർ ഫോർ നൈറ്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? രാത്രിയിലേക്ക് എത്ര ചോറ് മിച്ചമുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് കുക്ക് ചെയ്തു, അതിന്റെ ബാലൻസ് ഉണ്ടോ, രാത്രിയിലേക്ക് ബാലൻസ് ഉണ്ടോ, അപ്പൊ അതിൽ എന്തുമാത്രം മിച്ചമുണ്ട് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ചോദിക്കാം ഹൗ മച്ച് റൈസ് ഈസ് ലെഫ്റ്റ് ഓവർ ഫോർ നൈറ്റ്. അവിടെ നമുക്ക് ഹൗ മെനി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അനദർ സെന്റൻസ് ഹൗ മച്ച് ഈസ് ദ മെഷർമെന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് എടുക്കും. നമുക്ക് അപ്പൊ എത്രയാണ് മെഷർമെന്റ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര മെഷർമെന്റ് ആണ് എടുത്തിരിക്കുന്നത്, ഹൗ മച്ച് ഈസ് ദ മെഷർമെന്റ് നമുക്ക് ചോദിക്കാം. അത് ക്ലോത്തിന്റെ മാത്രമല്ല, മെഷർമെന്റ് വരുന്ന ഏത് സിറ്റുവേഷൻ, എത്രയാണ് അളവ്, എത്രയാണ്. ദെൻ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഇനി എന്തെങ്കിലും ഒരു പുതിയ സാധനം കണ്ടു, നമുക്കത് വാങ്ങണം, അപ്പൊ അതിന്റെ കോസ്റ്റ് എത്രയാണ്. അപ്പൊ വാട്ട്സ് ദ കോസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, എന്താണ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഹൗ മച്ച് ഡസ് ഇറ്റ്, അത് എത്രയാണ്. അവിടെ ഡസ് എന്നൊരു വേർഡ് കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുണ്ട് ഇറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, എന്താണ് അതിന്റെ കോസ്റ്റ്, അതിന്റെ പ്രൈസ് എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഹൗ മച്ച് പറഞ്ഞു. ഹൗ മച്ച് പോലെ തന്നെയാണ് അടുത്ത ആള് വരുന്നതും ഹൗ മെനി. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ നമ്മൾ നമ്പറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മറ്റേത് ഒരു ക്വാണ്ടിറ്റി എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഒരു നമ്പറിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൗ മെനി ആർ ദെയർ എന്ന് ചോദിക്കുമ്പോൾ എത്ര എണ്ണം, എത്ര പേര് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോക്കാം, എത്ര എണ്ണം എന്നുള്ളതാണ് ഹൗ മെനി കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, എത്ര എണ്ണം. ഓക്കെ, ഹൗ മെനി ആർ ദെയർ ഇൻ യുവർ ഫാമിലി. അങ്ങനെ സെന്റൻസ് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിന്റെ ഫാമിലിയിൽ എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട് നിന്റെ ഫാമിലിയിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൗ മെനി പാസഞ്ചേഴ്സ് ആർ ദെയർ ഇൻ ദ ഫ്ലൈറ്റ്. കണ്ടോ, അവിടെ സെയിം സ്ട്രക്ചർ, സെയിം സെന്റൻസ് തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പാസഞ്ചേഴ്സ് എന്നും വന്നു, ഫാമിലിക്ക് പകരം ഫ്ലൈറ്റ് എന്നും വന്നു. ഹൗ മെനി പാസഞ്ചേഴ്സ് ആർ ദെയർ ഇൻ ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റില് എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു നമ്പറിലാണ്, എത്ര പേര്, എത്ര എണ്ണം. ഹൗ മെനി പേജസ് ആർ റിമൈനിങ്, എത്ര പേജസ് മിച്ചമുണ്ട്, എത്ര എണ്ണം മിച്ചമുണ്ട്, എത്ര പേജസ് മിച്ചമുണ്ട്. അപ്പൊ എത്ര എണ്ണം എന്നുള്ള ആ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഹൗ മെനിയെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹൗ മച്ച് ആണ് പറഞ്ഞത്, ഒരു ക്വാണ്ടിറ്റി, ഒരളവ് പറയുന്നു. ഹൗ മെനി എന്ന് പറയുമ്പോഴത്തേക്കും എത്ര എണ്ണം എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹൗ ലോങ്. അപ്പൊ ആദ്യം ഹൗ മച്ച് പറഞ്ഞു, ഹൗ മെനി പറഞ്ഞു, ഇനി ഹൗ ലോങ്. ഈ ഹൗ ലോങ് എന്നുള്ള വേർഡ് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. നമ്മൾ കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഹൗ ലോങ് എന്നുള്ളത് ഡ്യൂറേഷനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട, അപ്പൊ നമ്മൾ ഇന്നത് യൂസ് ചെയ്യണം, ഇന്ന ടെൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറയുമ്പോൾ ടൈം ആണ്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എത്ര നേരം, എത്ര സമയം, അല്ലെങ്കിൽ എത്ര കാലം, അതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്
to sanction the loan? How long will it take? എന്താണ് ചോദിക്കുന്നത്? ഈ ലോൺ സാങ്ഷൻ ആവാൻ എത്ര കാലം എടുക്കും? നമുക്കതിനെ എത്ര കാലം എന്നും പറയാം, എത്ര സമയം എന്നും പറയാം. ഓക്കെ, എത്ര ഡ്യൂറേഷൻ എടുക്കും, എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു സാങ്ഷൻ ദ ലോൺ? അതുപോലെ തന്നെ ഹൗ ലോങ് ഹാഡ് ഹി ലിവ്ഡ് ഇൻ ദിസ് ഹൗസ്? ഹൗ ലോങ്, എത്ര നാള് അവൻ ഈ വീട്ടിൽ ജീവിച്ചിരുന്നു? അടുത്തത് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ കൺസ്ട്രക്ഷൻ? അവിടെയും ഈ സെയിം സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇത് മാറ്റി, ഇവിടെ സാങ്ഷൻ ദ ലോൺ ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ദ കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പം ഈ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൗസ് ആയിരിക്കാം, അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നാളെടുക്കും? ഇതുപോലെ ഏതൊരു കാര്യത്തിനും ഡ്യൂറേഷൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഈ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ്? ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കും, എത്ര കാലം എടുക്കും നമുക്ക് ചോദിക്കാം. സോ ഹൗ ലോങ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ്, സമയം, എത്ര സമയം, എത്ര കാലം, എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം. ഓക്കെ, അടുത്തത് ഹൗ ഫാർ. പേര് പോലെ തന്നെ ഫാർ എന്ന് പറയുമ്പോൾ ദൂരമാണ് കാണിക്കുന്നത്. എത്ര ദൂരെ, എത്ര അകലെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹൗ ഫാർ ഈസ് യുവർ ഹോം ഫ്രം ദ ഓഫീസ്? ഓഫീസിൽ നിന്ന് എത്ര ദൂരെയാണ് നിങ്ങളുടെ ഹോം, നിന്റെ വീട് എത്ര ദൂരെയാണ്, എത്ര അകലെയാണ്? ഓഫീസിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എത്ര ദൂരെയാണ് നിന്റെ വീട്? അതുപോലെ തന്നെ ഹൗ ഫാർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ആരോട് ചോദിക്കുകയാണ്, അടുത്ത് കണ്ട ഒരാളോട് ചോദിക്കുകയാണ്, നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഹൗ ഫാർ ഇസ് ദ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പിലേക്ക് എത്ര ദൂരമുണ്ട്? സോ ഹൗ ഫാർ എക്സ്പ്രസ് ചെയ്യുന്നത് എത്ര ദൂരെ, എത്ര അകലെ എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർ ദ ഡേ ഈസ് ഹൗ ഓഫൺ. ഓഫൺ, ഹൗ ഓഫൺ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എത്രത്തോളം, എത്ര തവണ എന്നുള്ളതാണ്. നോക്കാം. ഹൗ ഓഫൺ ഡു യു എക്സസൈസ്? ഹൗ ഓഫൺ ഡു യു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു, നമുക്ക് ക്വാണ്ടിറ്റി എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല, എത്രത്തോളം എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ഹൗ ഓഫൺ ഡസ് ഹി ഫോർഗെറ്റ് ഹിസ് ഹോംവർക്ക്? അഗെയിൻ എത്ര, ഇത് കൂടുതൽ തവണ, എത്ര തവണ എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോംവർക്ക് മറക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോംവർക്ക് മറക്കാറുണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡു ആദ്യത്തേതിൽ നമ്മൾ ഹൗ ഓഫൺ ഡു എന്നാണ് യൂസ് ചെയ്തത്. ഹൗ ഓഫൺ ഡു ആണ്. രണ്ടാമത്തേതിൽ ഹൗ ഓഫൺ ഡസ് ആണ്. എന്താണ് റീസൺ? ഡു വന്നത് ഇവിടെ പ്രൊനൗൺ യു ആയതുകൊണ്ട്, ഓക്കെ, ഹി വന്നതുകൊണ്ട് നമ്മൾ ഡസ് യൂസ് ചെയ്തു. ഇതിന്റെ യൂസ് എങ്ങനെയാണ്, എന്താണ് സിംഗുലർ പ്രോനൗൺസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്ലൂറൽ പ്രോനൗൺസ് ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡൂവും ഡസും ഡിഡും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് സിംഗുലർ പ്രോനൗൺസ്, ഏതൊക്കെയാണ് പ്ലൂറൽ പ്രോനൗൺസ്, ഇതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ ഈ ചാനൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻസ് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഡസ്, ഹി വന്നതുകൊണ്ട് ഡസ് യൂസ് ചെയ്തു. ഓക്കെ, ഹൗ ഓഫൺ ഡസ് ഹി ഫോർഗെറ്റ് ഹിസ് ഹോംവർക്ക്? ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓഫൺ ഡസ് ഹി വിസിറ്റ് യു? ഓക്കെ, എത്ര തവണ, അപ്പം ആഴ്ചയിൽ, ഒരാഴ്ചയിൽ, ഹൗ ഓഫൺ ഡസ് ഹി വിസിറ്റ് യു ഇൻ എ വീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ എത്ര തവണ അവൻ നിന്നെ വിസിറ്റ് ചെയ്യും? അതിന്റെ ഫ്രീക്വൻസി ഓഫ് വിസിറ്റ് ആണ്, എത്രത്തോളം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തിന്റെയെങ്കിലും ഒരു ഫ്രീക്വൻസി നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഹൗ ഓഫൺ. ഹൗ ഓഫൺ ഡസ് ഹി ഗെറ്റ് കോൾഡ്? അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരാറുണ്ടോ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ യൂസ് ചെയ്തിട്ടുള്ള സർട്ടൻ നമ്മുടെ കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പൊ ആദ്യം ഹൗ മച്ച്, പിന്നെ ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹൗ ഓഫൺ. Hope this video is useful to you. Once again പറയാണ്, ഈ വീഡിയോസ് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. Your comments and likes matters a lot. Thank you.